നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാലമാണോ ഇത്? അങ്ങനെ വെച്ചാൽ നമുക്ക് പുറകിലേക്ക് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുള്ള പല മൊമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഈ മൊമെന്റിൽ ഹാപ്പിയാണ്. അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം സംവിധാനത്തിലോട്ടും എടുത്തിയാടി എന്നെ വിഷ്ണു കൈ പൊള്ളിയോ? കൈ ചെറുതായി ഭയങ്കരമായിട്ട് പൊള്ളിയിരിക്കുന്നല്ലോ. ഒന്ന് ഉടുപ്പ് പറ്റി കാണിച്ചേ, പ്രേക്ഷകർന്ന് കാണട്ടെ. ഇത് എന്ത് പൊള്ളലായിരുന്നു? ഇത് വെടിക്കെട്ട് സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ കയ്യിലേക്ക് നിലവിളക്ക് വരുന്നൊരു സീനുണ്ട്. ഒരു 2 മണിക്കൂർ കത്തിച്ച് വെച്ച നിലവിളക്കാണ്. കാറ്റത്തായിരുന്നു. വള്ളത്തിൽ നിന്ന് കരയിലേക്ക് വിളക്കെടുത്ത് തരുമ്പോ ഞാൻ മേടിച്ചതാ. അപ്പൊ നല്ല കത്തി തിളച്ചിരുന്ന എണ്ണയതുകൊണ്ട് വിളക്ക് വള്ളത്തിൽ നിന്ന് വരുമ്പോ ഒരു ചെറിയൊരു ആട്ടം ഉണ്ടാവുമല്ലോ, അത് കയ്യിലേക്ക് വാങ്ങിച്ചപ്പോ ആ എണ്ണ ഇത്തിരി തുളുമ്പി. മാത്രമല്ല അതിനകത്ത് ഒരുപാട് രീതിയിലുള്ള പൊള്ളലുണ്ടായിരുന്നു പറഞ്ഞു. പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ എന്റെ. അപ്പഴത്തേനല്ല, സാധാരണ പ്രൊഡ്യൂസേഴ്സിന്റെ പൊള്ളല് കൈ. ഇത് ഡയറക്ടറായിരുന്നു. ഞാനും ആദ്യമായിട്ട് സംവിധാനം പഠിക്കട്ടെ. അതാ നിർമ്മിക്കാൻ പോയത് എവിടെയായിരുന്നു? നിർമ്മിക്കാൻ ഇടിയൻ ചന്തു കളിച്ചോണ്ടിരിക്കുക. അത് പൊള്ളിയോ? അത് അത്ര പൊള്ളിയിട്ടില്ല. മാത്രമല്ല അന്ന് എനിക്ക് വന്നത് ഹോളിവുഡ് പീറ്റർ ഹൈനുമായിട്ടൊക്കെ സ്റ്റണ്ട് രംഗം ചെയ്യാൻ ഭാഗ്യം കിട്ടി അല്ലേ? ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എന്ത് ഭാഷ പറഞ്ഞ് മനസ്സിലാക്കും പുള്ളി? പുള്ളി തമിഴും ഇംഗ്ലീഷും തെലുങ്കും എല്ലാം മിക്സ് ചെയ്ത് പറയണം. കുഴപ്പമില്ല, അതാ എളുപ്പമായല്ലോ അല്ലേ? മാത്രമല്ല പുള്ളി വിഷ്ണു സംസാരിച്ച പുള്ളി സംശയിച്ചാണ് ഇങ്ങനെ ഒരു ഭാഷയുണ്ടോ ഇന്ത്യയില്? ആക്ഷനിൽ എന്ത് ഭാഷ? കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? വലിയ അനുഭവമായിരുന്നു അത്. ഈ പറഞ്ഞ പോലെ പുള്ളി ഒരു ലെജൻഡ് ആയിട്ടുള്ള ആളാണ്. അങ്ങേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാണ്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇതിൽ ഭയങ്കര ഫൈറ്റ് ഒക്കെ കമ്പോസ് ചെയ്ത് അങ്ങനത്തെ പരിപാടിയാണ്. പുള്ളി പറഞ്ഞു നമുക്ക് ഇതിൽ വേണ്ട എല്ലാം നാടൻ തല്ലാണ്, കച്ചാലും പുച്ചാലും ഇടിക്കണോന്ന്. ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഹീരനാണ്. അവൻ പുള്ളിനെ വിളിച്ചത് ഇവിടെ ഒരു പ്രഭാസിന്റെ പോലത്തെ ഒരുത്തനുണ്ടെങ്കിൽ വാന്നും പറഞ്ഞ വിളിച്ചു വരുത്തി. അങ്ങനെയാണ് ഇവിടെ വന്ന് ഇടി തുടങ്ങുന്നത്. കോസ്റ്റ്ലിയാണ്. പക്ഷെ പുള്ളി ഇടിയിലൊരു ഇതുണ്ടല്ലേ, ഒരു മിതത്വമുണ്ട്. ഒരു മയോ ഇല്ല. അതായത് 100-300 സ്റ്റുഡൻസ് പിള്ളേര്, ആ പിള്ളേരും ഫൈറ്റേഴ്സ് ആയിട്ടുള്ള 10-40 ആൾക്കാരും ആക്ടേഴ്സ് ആയിട്ടുള്ള ഒരു 10-20 പേരും, ഇത്രയും പേര് ഒരുമിച്ചുള്ള കൂട്ടയടിയൊക്കെയാണ് പുള്ളി കമ്പോസ് ചെയ്തേക്കുന്നത് ക്ലൈമാക്സിന് വേണ്ടി. അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവിതത്തിൽ അങ്ങനെ ഒരു പരിപാടി ഇനി നടക്കുമെന്ന് പോലും അറിയില്ല. ജീവിതം അങ്ങനെയായിരുന്നു അല്ലേ? അതെ. ഈ ബിബിൻ ജോർജ് വാദിയാരായിരുന്നു. കണ്ട ഒരു ലുക്കില്ലെന്ന് ഹിന്ദി ആയിരുന്നു പറഞ്ഞു. ഹിന്ദിയാണ്. സൂപ്പർ ആയിരുന്നു അല്ലേ? അതുകൊണ്ട് ഗുണമെല്ലാം ഉണ്ടായോ? ഇല്ല, ഞാൻ കൂടുതൽ പഠിപ്പിച്ചത് മറ്റേ എറണാകുളം ഗേൾസ് സ്കൂളിലായിരുന്നു. അന്ന് ഗേൾസ് സ്കൂളിലേക്ക് ഇവൻ പിള്ളേരെ പഠിപ്പിക്കാൻ പോണ ആ കോസ്റ്റ്യൂമും ആ ഗെറ്റപ്പ് ഒന്ന് അറിഞ്ഞിരിക്കണം സാറ്. മുടി കളർ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സ്പൈക്കായിട്ട് ഇങ്ങനെ മുകളിലേക്ക് വെക്കും, ഗോപുരം പോലെ. ഫ്രെയിമുള്ള കട്ടി ഫ്രെയിമുള്ള കളറ് ഫ്രെയിമുള്ള കണ്ണട, ചുവപ്പ് ഫ്രെയിമൊക്കെ ഇരിക്കും. അകത്ത് വൈറ്റ് ടീഷർട്ട്, റെഡ് ജാക്കറ്റ്, കളറ് പാന്റൊക്കെ, പച്ച പാന്റൊക്കെ ഇരിക്കും. ഞാൻ ചെയ്യണല്ലേ, ആളെടുത്ത് നിൽക്കല്ലേ, പച്ച പാന്റൊക്കെ ഇടും. എന്നിട്ട് നോ ഫിയറിന്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച ഒരു സ്കൂട്ടറും. എങ്ങോട്ടാ പോണ്? ഗേൾസ് സ്കൂളിലേക്ക് കൺഫേം പോവാനാണെന്ന് കണ്ടറിയാം. അപ്പോഴാ അറിയണ ഇപ്പൊ പഠിപ്പിക്കാനോ പോണേന്നും കൂടി കേൾക്കുമ്പോ ഈ ആദ്യമായിട്ട് ഇങ്ങനെ പോവാനല്ലേ. അപ്പൊ അവിടെ പഠിപ്പിക്കാനും കൂടി പോണേന്ന് കേൾക്കുമ്പോ 2 കൊല്ലം പഠിപ്പിച്ചു. 2 കൊല്ലം ഗേൾസ് സ്കൂളിൽ. ഇതിനിടെ TC വാങ്ങിച്ചു പോയ കുട്ടികളുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, താങ്ങാൻ കഴിയുന്ന മാത്രമേ ഉള്ളൂ ഇതൊക്കെ. നല്ലൊരു അധ്യാപകനാണ് ഞാൻ, എനിക്കറിയാം. ആര് പറഞ്ഞു? ഞാൻ തന്നെ പറഞ്ഞു. സാറ് നമുക്ക് നമ്മളെ പറ്റി വിശ്വാസം വേണമല്ലോ, കോൺഫിഡൻസ് വേണമല്ലോ. ഈ ഹിന്ദി അറിയായിരുന്നല്ലേ? ഞാന് ഹിന്ദിയില് BA, MA, MPhil, B.Ed ഇത്രയും കഴിഞ്ഞ. കണ്ടാ പറയത്തില്ലോട്ടോ, സത്യം മണ്ടരാന്ന് തോന്നുള്ളൂ. പക്ഷെ ലുക്ക് പ്രശ്നം അല്ലേ? ഇതിന്റെ ഇടയിൽ 2-3 ഗവൺമെന്റ് ജോലിയും വന്നു എനിക്ക്. കളക്ടറേറ്റിൽ നിന്ന് നേരിട്ട് നിയമനം കുറെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിനൊന്നും പോയില്ല. അതൊക്കെ അല്ല, അവൻ പറഞ്ഞാണ് പോയിന്റ്. എന്നെക്കാളും അർഹതപ്പെട്ടവരുണ്ടാവും, അവർക്ക് കൊടുക്കാൻ. നന്നായി. അപ്പൊ പിന്നെ നാട്ടുകാർക്ക് ഇത്രയും സിനിമകൾ കാണാൻ പറ്റുമായിരുന്നു അല്ലേ? പറയൂ. ബിബിൻ ജോർജ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം ടൗണിലുള്ള കുറച്ച് കടകളുടെ മുന്നിൽ ബിബിൻ ജോർജ് ഈ കടയുടെ ഐശ്വര്യം എന്ന ബോർഡ് കണ്ടു. എന്തിനായിരുന്നു അത്? അങ്ങനെ എഴുതി വെച്ചോ? അത് ഇവൻ പറയും. അത് ഏതെങ്കിലും ഷവർമ്മ കടയിലായിരിക്കുള്ളൂ മിക്കവാറും എഴുതി വെച്ചേക്കല്ലേ. അതായത് ആ ഷവർമ്മ ഇങ്ങനെ ട്രെൻഡായി വരണ സമയത്ത് എല്ലാ ഷവർമ്മ കടകളിലും പോയിട്ട് അവിടുത്തെ ഷവർമ്മ കട തുടങ്ങിയ സമയത്ത് എല്ലാ കടക്കാർക്കും ബിബിൻ അറിയാം. കാരണം പുതിയ ഷവർമ്മ കട വന്നിട്ടുണ്ട്, അവിടുത്തെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലായിടത്തും പോയി ഷവർമ്മ കഴിക്കുമായിരുന്നു.
അപ്പൊ അങ്ങനെ ഒരു വണ്ണവും കൂടി എത്ര കിലോ ഉണ്ടായിരുന്നു? 21 ഏജിൽ ഞാൻ 98 kg ഉണ്ടായിരുന്നു. സൂപ്പർ. അങ്ങനെ തന്നെ വേണം അല്ലേ? അല്ല അതൊരു 21 വയസ്സുള്ളപ്പോ ഒരു 40 വയസ്സുകാരന്റെ ലുക്ക്. ഷവർമ കഴിച്ചുണ്ടാക്കിയതല്ലേ? പക്ഷെ ഇതിപ്പോ പണിയെടുത്തിട്ട് വണ്ണം കുറച്ചതാ. അന്ന് 98 എത്രയിലേക്ക് താന്നു? 78ലേക്ക്. നല്ലത്. സാറ ഫോട്ടോ ഒന്ന് കാണാൻ ചിരിച്ചു ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. ആണോ? അപ്പൊ അതെടുത്തൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. കാണിക്കാം. ഓക്കെ ഓക്കെ. 98 എന്ന് വെച്ചാൽ രണ്ടും കൂടെ തികച്ചു തരാം എന്നുള്ളൊരു ചിരിയുണ്ട് അല്ലേ? നീ 98 തന്നെ താഴ്ത്തി കെട്ടണ്ട, ഞാൻ 100-ലോട്ട് കയറും വൈകാതെ. വിഷ്ണു, നമുക്കേ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. വിവിധ കലാപരിപാടികളാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ വിഷ്ണു ഒരു പാട്ട് പാടുന്നു. വാനത്തിലെ എരിതൊരു വട്ടവിളക്ക് അത വണങ്ങിടവേ ഏത്തി വെച്ചോ കുത്തുവിളക്ക് சந்திரன் நமக்கு தெய்வமடி அத கும்பிட்டு கும்பிட்டு கும்மியடி. சுந்தரியே சுந்தரியே செந்தமிழில் பெண் கொடியே மஞ்சள் மணம் பூசி வரும் மார்கழி தன் பைங்கிளியே தெங்காசி சாந்தும் நிட்டு தெருകൂത്തും പാട്ടും போட்டு തെങ്കാസി സാന്തും നിട്ട് തെരുകൂത്തും പാട്ടും போட்டு തെമ്മാങ്ക് തേനേ മുന്നിൽ വാ നീ വാ തെമ്പാണ്ടി കോലമലയിൽ വാ തെമ്മാങ്ക് തേനേ മുന്നിൽ വാ നീ വാ തെമ്പാണ്ടി കോലമലയിൽ വാ സുന്ദരിയേ സുന്ദരിയേ செந்தமிழ் പെൺകൊടിയേ. അയപ്പിച്ചു വന്നപ്പോഴും ഇവന് അതേ മീറ്റർ തന്നെ പിടിച്ച് പാടി. പോയ കുഴപ്പമില്ല. ഇപ്പൊ നമ്മളിപ്പോ പ്രൊഫഷണൽ സിംഗേഴ്സ് ആണെങ്കിൽ ഇതുപോലെ അല്ലല്ലോ പാടുക അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെ മതി.